ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സ്വന്തം ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണമെന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അതിന് സാധിക്കാറില്ല. അതായത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഓരോ ആളുകളോട് സംസാരിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും തീരുമാനങ്ങൾ എടുക്കാനും ശ്രമിക്കാറുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾ നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ തീരുമാനങ്ങളിൽ അസംതൃപ്തി കാണിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആ കാര്യം ഒന്ന് ചിന്തിക്കാം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളിൽ പലർക്കും താല്പര്യം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെ വിചാരിക്കാനാണ് എനിക്കിഷ്ടവും. കൂടുതൽ ആളുകളും അങ്ങനെ ശ്രമിക്കുന്നു. നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഒരു സുഹൃത്തിനെ സന്തോഷിപ്പിക്കുമ്പോൾ മറ്റൊരു സുഹൃത്തിന് അത് വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കാം. ഒരു നെയ്ബറെ സന്തോഷിപ്പിക്കുന്ന കാര്യം മറ്റൊരു നെയ്ബർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. എ എന്ന വ്യക്തി എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയാൻ താല്പര്യമുള്ള ആളാണ്. ഒന്നും മറച്ചു വെക്കാതെ ആളുകളുടെ മുഖത്ത് നോക്കി നമ്മൾ പറയുന്ന സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് എ. അപ്പോൾ എയുടെ ഈ നേച്ചർ പല ആളുകൾക്കും ഇഷ്ടമായിരിക്കും. കാരണം ഇയാൾ സത്യസന്ധനാണ്, തെറ്റൊന്നും ചെയ്യുന്നില്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുന്നു, ഒന്നും മറച്ചു വെക്കുന്നില്ല. അതേസമയം ഇതേ കാര്യം മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇവൻ ഒരു ധിക്കാരിയാണ്, ആളുകളെ നോക്കാതെ, അതായത് അധികാരമുള്ളവരെ, പ്രായമുള്ളവരെ, അങ്ങനെ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ല, ആരുടെ മുമ്പ് നോക്കിയും എന്തും പറയുന്നു, തൻ്റെടിയായിട്ടുള്ളവൻ, അഹങ്കാരിയായിട്ടുള്ളവൻ എന്നായിരിക്കും മറ്റു ചിലർക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രശ്നത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം, ആളുകൾ വ്യത്യസ്തരാണ്, ഒരാളും ഈക്വൽ അല്ല. നമ്മുടെ ഈ ഫിംഗർ പ്രിന്റ് പോലെ ഓരോ ആളുകളും വ്യത്യസ്തരാണ്. അവരുടെ ചിന്താഗതിയിൽ, അവരുടെ അറിവിൽ, അനുഭവത്തിൽ കംപ്ലീറ്റ് വ്യത്യസ്തരാണ്. നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക് ഒരു വ്യക്തിക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമായിരിക്കില്ല മറ്റൊരു വ്യക്തിക്കുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക, ആളുകൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ നോർമലായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകാവുന്നതേ ഉള്ളൂ. അടുത്ത ഒരു കാര്യമാണ് ജലസ്, അസൂയ. അതും ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്. ചില ആളുകൾ നന്നാവുന്നത്, അല്ലെങ്കിൽ ആരും നന്നാവുന്ന ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകളുണ്ട്, ചില ആളുകൾ നന്നാവുന്ന ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ പലതരം പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. ജലസ് കാറ്റഗറി ആളുകളെ വിട്ടേക്കുക. അവരെ പറ്റി ചിന്തിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ നോക്കണ്ട. അടുത്ത ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ്. ഫേവറേറ്റിസം, പക്ഷപാതം, നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം, ബ്രൈബ്, കൈക്കൂലി, അങ്ങനെ പല പല താല്പര്യങ്ങളുള്ള ആളുകളോടൊപ്പമായിരിക്കാം നമ്മൾ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ തന്നെ ആയിരിക്കും നമുക്ക് പലപ്പോഴും വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലും എത്ര സത്യസന്ധനായി, എത്ര നല്ല രീതിയിൽ ജോലി ചെയ്താലും ഈ ആളുകൾക്ക് നിങ്ങളോടുള്ള വൈരാഗ്യം കൂടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ടും എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. മറ്റുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ വരുന്ന കുറച്ച് സാഹചര്യങ്ങൾ മാത്രമാണ്. ഇനിയും പല സാഹചര്യങ്ങളുമുണ്ട്. കുറച്ച് എക്സാമ്പിൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് സംസാരിച്ചുകൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആളുകൾ വ്യത്യസ്തരാണ്. പീപ്പിൾ ആർ ഡിഫറെന്റ്. എല്ലാവരും തുല്യരല്ല. രണ്ട് വ്യക്തികൾക്ക് ഒരേപോലെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും വ്യത്യസ്തമായിരിക്കും. എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് എല്ലാ സമയത്തും സാധിക്കില്ല. അത് അംഗീകരിക്കുക. അടുത്ത ഒരു കാര്യം, ലേൺ ഫ്രം പാസ്റ്റ്. അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് മാത്രം, നല്ലപോലെ ആലോചിച്ച്, മുൻപുണ്ടായ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ ഏതൊക്കെ സോഴ്സിൽ നിന്നും വിവരങ്ങൾ കിട്ടുമോ അവിടെ നിന്നെല്ലാം വിവരങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, കൃത്യമായി സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആളുകൾക്ക് പല അഭിപ്രായം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ നൽകുക എന്നുള്ളതാണ്. സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും നിങ്ങളുടെ തീരുമാനങ്ങളും അതിന് വാല്യൂ കൊടുക്കുക. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നിങ്ങൾക്കായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ സന്തോഷം നോക്കി ചെയ്തു കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും ആ ഒരു ഡിസിഷൻ കറക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ആളുകൾക്ക് പോലും സന്തോഷം കിട്ടണമെന്നില്ല. കുറച്ചുപേരെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ആളുകൾക്ക് പോലും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കില്ല കിട്ടുന്നത്. അതുകൊണ്ട് ആദ്യം കംഫർട്ടബിൾ ആക്കി വെക്കേണ്ടത് നിങ്ങളുടെ മൈൻഡിനെ തന്നെയാണ്. ആദ്യം നിങ്ങളുടെ മൈൻഡിനെ ഹാപ്പി ആക്കുന്ന തീരുമാനങ്ങൾ എടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവരെ ഓക്കെ ആക്കാൻ നോക്കുക.
അതുപോലെ തന്നെയാണ് സഹായിക്കുന്ന കാര്യത്തിലും. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ മാത്രം ആളുകൾക്ക് ചെയ്യുക. അതുപോലെ വാഗ്ദാനങ്ങൾ പരമാവധി കുറയ്ക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാമെന്ന് ആളുകൾക്ക് വാക്ക് കൊടുക്കുക. സുഹൃത്തുക്കൾക്കായാലും ജോലി സ്ഥലത്തായാലും നിങ്ങൾ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയുക. അല്ലെങ്കിൽ അത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, നിങ്ങൾ പറഞ്ഞതോ ചെയ്തതോ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പിന്നീട് കുറ്റബോധം അല്ലെങ്കിൽ റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ നോക്കുക. അതുകൊണ്ട് പലതവണ ചിന്തിച്ചതിന് ശേഷം ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇന്നൊരു തീരുമാനമെടുത്തു, നാളെ മറ്റൊരാൾ വന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് ചെയ്തത്, അല്ലെ അത് ചെയ്തത് മോശമായി പോയി എന്ന് നിങ്ങളോട് പറയുമ്പോൾ അത് ശരിയാണല്ലോ, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. എടുക്കുന്ന തീരുമാനങ്ങളും പറയുന്ന വാക്കുകളും കൃത്യമാക്കാൻ പരമാവധി ശ്രമിക്കുക. തെറ്റുകൾ പറ്റും, മനുഷ്യരാണ്. അത് പലർക്കും അംഗീകരിക്കാനും മനസ്സിലാക്കാനും പറ്റും. പക്ഷേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അനുഭവങ്ങളിൽ നിന്നും പഠിക്കുക. ഒരബദ്ധം പറ്റാം, പക്ഷേ 10 അബദ്ധം പറ്റാതെ നോക്കുക. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി ഒരു പരിധിവരെ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റേ ഹാപ്പി. എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഇൻ യുവർ ലൈഫ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.